യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ തുടരുക. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തെ അധികമായി അറിയുവാൻ തൊക്കണം ദൈവം നമ്മളെ വീണ്ടും വീണ്ടും സഹായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹവും കൃപയും കരുണയുമാണ് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ സ്നേഹമാണ്. അതിനായ ദൈവത്തെ വീണ്ടും വാഴ്ത്തുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. സ്തോത്രം. ചെറിയ വാക്യമാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് പാപം തന്നെ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപം തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് മാത്രം എഴുതുന്ന ലേഖനമല്ല. അതിൽ പല യാക്കോബും അതിന്റെ പല ഉപദേശങ്ങളെ ക്രോഡീകരിച്ചിട്ട് അതിനെ മൊത്തത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം എന്ന് പറഞ്ഞത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടുന്നില്ല. അങ്ങനൊരു ബുക്കാണത്. അദ്ദേഹത്തിന്റെ പല ഉപദേശങ്ങളെ ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഈ വാക്യത്തിന്റെ മുകളിലേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഈ ഒരു വാക്യം എഴുതുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതിങ്ങനെയാ വായിക്കും. നന്മ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. നന്മ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്. നമ്മൾ മാത്രമല്ല, ലോകമനുഷ്യൻ നന്മ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചും ലോകമനുഷ്യനെ സംബന്ധിച്ചും നന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീക്ഷണത്തിൽ നോക്കിയാൽ ഒരേപോലുള്ള കാര്യങ്ങളെന്ന് പറയാം. മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ സഹായം മീൻസ് സാമ്പത്തിക താഴ്ന്നു നിൽക്കുന്നവരെ സഹായിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് ആഹാരം കൊടുക്കുക, എന്തൊക്കെയോ നമുക്ക് ഒരാൾ ഒരു വിഷമത്തിലായിരിക്കുമ്പോൾ ആൾക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുക, ഒരു ആശ്വസിപ്പിക്കുക എന്നുള്ളതൊക്കെ നന്മ എന്നുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികളായ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ ശുഷ്കാന്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവത്തിന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളതിൽ തുടരേണ്ടത് ആവശ്യമാണ്. നന്മ എന്നുള്ളത് അങ്ങനെ വലിയൊരു കാര്യമാണ്. ഇവിടെ തന്നെ പല കാര്യവും പറയുന്നുണ്ട്. അത് നമ്മൾ ചില കാര്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെയാണ് വായിക്കുന്നത്. ആദ്യം വായിക്കാം. 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ 7 വായിക്കുമ്പോൾ അങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. 8-ാം വാക്യം, ദൈവത്തോട് അടുത്തിരുളുവിൻ. അതുപോലെ പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ. പിന്നെ പറയുന്ന കാര്യം, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ന്യായപ്രമാണത്തെ വിധിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു ആണ്ട് കച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. അത് സ്വയം പുകഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ആ താഴെ പറയുന്നത്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപം തന്നെ. സ്തോത്രം. നന്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ എന്താണ് ഏറ്റവും വലിയ നന്മ? നമുക്കൊരു ഒരുപാട് നന്മകൾ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നവരാണ്. പലപ്പോഴും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ കൂടുതൽ സമയങ്ങളിൽ നന്മ ചെയ്യുന്നവർ തന്നെയാണ്. അത് ഉറപ്പാണ്. ഇത്തരം കാര്യം. പക്ഷെ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ഏതാണ്? എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2:44 വാക്യം, 2 Thessalonians chapter 2 verses 14 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 14 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ലഭിക്കേണ്ടതല്ലേ കർത്താവെ ബ്രദറെ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് ലഭിക്കേണ്ടതല്ല, പ്രാപിക്കേണ്ടതാണ്. പ്രാപിക്കേണ്ടതാണെന്ന വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ, രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവം നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന ഒരു സംഭവമാണ്. രക്ഷ എന്നുള്ളത് ഫ്രീ ആണ്. അതാരും അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട. ഭാഗം ഏറ്റു പറഞ്ഞ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. രക്ഷ എന്നുള്ളത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ദൈവത്തിന്റെ രക്ഷ എന്നുള്ളത്. പക്ഷേ ആ ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ളത് നമ്മൾ പ്രാപിക്കേണ്ട ഒന്നാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ള ആ യാത്രയിൽ കിട്ടുന്ന യാത്രയിൽ മറ്റു കാര്യങ്ങളെല്ലാം വന്നു ചേരും. നമ്മൾ ഈ പറയുന്ന നന്മകൾ, ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ നമ്മളിലേക്ക് വന്നു ചേരാൻ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വായിച്ചു കൽപ്പിച്ചതല്ല. ഹല്ലേലൂയ. സ്തോത്രം. വമ്പ് പറയാതിരിക്കുക, മറ്റുള്ളവനെ സഹായിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, ദൈവത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. അതെല്ലാം ക്രിസ്തുവിന്റെ മഹത്വം നേടുന്നതിലേക്കുള്ള യാത്രയിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ വായിച്ച് കേട്ടതല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ
നമ്മൾ പലതവണ കേട്ട കാര്യമാണ് ക്രിസ്തുവിന്റെ മഹത്വം. എത്ര പറഞ്ഞാലും നമുക്കതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളത് സംശയമാണ്. ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ളത് ഒരു 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 വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു വാക്ക് വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ള വാക്കിനെ കുറിച്ച് വാക്ക് വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. അതിങ്ങനെ പറയുന്നത്, ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വം, അവൻ ആരാണെന്നതിന്റെ ദൈവിക മഹിമയും അവൻ എങ്ങനെയുള്ളവനാണെന്നതിന്റെ പൂർണ്ണ സൗന്ദര്യവും അവന്റെ അധികാരവും വിശുദ്ധിയും സ്നേഹവും നമ്മൾ വെളിപ്പെടുന്നതുമാണ്. ക്രിസ്തുവിന്റെ സ്നേഹവും അധികാരവും വിശുദ്ധിയും നമ്മൾ വെളിപ്പെടുന്ന അവസ്ഥയാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ ഏറ്റവും ഒരു ചെറിയ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിന്റെ അധികാരവും മഹത്വവും സ്നേഹവും വിശുദ്ധിയും സ്നേഹവും അവന്റെ അധികാരവും നമ്മൾ വെളിപ്പെടുന്ന അവസ്ഥ ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ നേടാൻ വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഏറ്റവും വലിയ നന്മ ഇത് തന്നെയുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞറിയാമോ? പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നന്മ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ അത് പാവമാണെന്ന വചനം പറയാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പാപമാണെന്ന് കരുതി നമ്മൾ പലതിനെ മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല പാപം, ചെയ്യാത്ത കാര്യങ്ങൾ കൂടെ പാപമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അതായത് നമ്മൾ ചില കാര്യങ്ങൾ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, കള്ളം പറയുമ്പോൾ അയ്യോ അതെല്ലാം പാവമാണ്, അത് ചെയ്ത പാവമാണ്. പക്ഷെ അങ്ങനെ അത് പാവമാണെന്ന് വെക്കുമ്പോൾ തന്നെയും ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പാവമാണ്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലയോ? ഒരു വ്യക്തി പറഞ്ഞാൽ പാവമാണെന്ന് പറയാം. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം പറഞ്ഞ കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ യാക്കോബ് ലേഖനത്തിന്റെ പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. പ്രൊവേർബ് 24:2 പറയുന്നുണ്ട്, കാര്യങ്ങൾ മറച്ചൊക്കെ ദൈവത്തിന്റെ മഹത്വം അത് അന്വേഷിച്ചറിയുന്നത് രാജാക്കന്മാരുടെ ഇഷ്ടം എന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അപ്പം കാര്യങ്ങൾ മറച്ചൊക്കെ ദൈവത്തിന്റെ മഹത്വമാണ്. പക്ഷെ അതിനെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതായത് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത്, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നതിനായി നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിലെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് ദൈവം നമുക്ക് മുമ്പിൽ വിസിബിൾ ആണ്. അതായത് ദൈവത്തെ നമുക്ക് അറിയാം, വചനം പറഞ്ഞ ദൈവത്തെ നമുക്ക് അറിയാം. പക്ഷേ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്കൊരു ആഗ്രഹമുണ്ടോ? ദൈവം എനിക്ക് തന്നെ ഒത്തിരി അറിയണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ള ആ ഒരു പദവിയിലേക്ക് പോകണമെന്ന് ആഗ്രഹം നമുക്കുണ്ടോ? നമ്മുടെ ആഗ്രഹം എപ്പോഴും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനിയിപ്പം അന്യഭാഷ കിട്ടി, അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം എന്നിലുണ്ട്, പക്ഷെ ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ദൈവം എന്നെ അതിന്റെ കൊണ്ടുപോയിക്കോളും. അതല്ല ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ രഹസ്യങ്ങളെ ആരാഞ്ഞറിയുക. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് ജസ്റ്റ് ജീവിച്ചു പോകുക. കർത്താവേ എന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ, എന്റെ ജോലി, എന്റെ വീട്, എന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെല്ലാമുള്ള ചിന്ത നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ അതിലുപരിയായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിച്ചറിയുക, അതിനെ പിടിക്കുക, അതിനെ പ്രാപിക്കുക. അതിന് ഏറ്റവും ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അടുത്തറിയുക എന്നുള്ള പ്രക്രിയയാണ്. അതിന് വില കൊടുക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. രക്ഷ ഒഴികെ ബാക്കിയെല്ലാം വിലയുള്ളതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷ എന്ന് പറഞ്ഞ സൗജന്യം, ബാക്കിയെല്ലാം വിലയുള്ളതാണ്. ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ വിശുദ്ധിയും, ക്രിസ്തുവിന്റെ സ്നേഹവും, ക്രിസ്തുവിന്റെ പൂർണ്ണതയും അതിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് പലപ്പോഴും കേൾക്കുമ്പോൾ ബോറായി തോന്നും. ഇതെന്താ ഈ പറയുന്നത്? എന്തോ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവ് ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾ എന്തോന്ന് ഇതിനപ്പുറത്ത് എന്താ ഉള്ളത്? ഇതിനപ്പുറത്താണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇതെല്ലാം പ്രൈമറി സ്റ്റേജ് ആണ്, ഇതെല്ലാം ബിഗിനേഴ്സിന്റെ സ്റ്റേജ് ആണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് അതെല്ലാം ബിഗിനേഴ്സിനുള്ളതാണ്, അതെല്ലാം തുടക്കം മാത്രമാണ്. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ അന്വേഷിച്ചറിയുക. അതാണ് പ്രൊവേർബിൽ പറയുന്നത്, ദൈവം കാര്യങ്ങൾ മറച്ചു വെക്കാൻ ദൈവത്തിന്റെ മഹത്വം അതിനെ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ ഇഷ്ടം. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഇഷ്ടം എന്നല്ല, വേറൊരു വാക്ക് പറയുന്നത് അവിടെ. പക്ഷെ എന്നൊരു വാക്യം അങ്ങനെയാണ്, രാജാക്കന്മാരായി രാജകീയ പുരോഹിതമായ ഞാനും നിങ്ങളും ആ ദൈവം മറച്ചു വെച്ച കാര്യങ്ങളെ അവനെ അന്വേഷിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്? ദൈവത്തിന്റെ അന്വേഷിക്കുക എന്നുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഡീപ്പായിട്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ രഹസ്യങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ ഡീപ്പായി പോയി കണ്ടുപിടിക്കുക എന്നുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത്, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതിന്റെ ആദ്യ സ്റ്റെപ്പാണത്. ഹല്ലേലൂയ. ആ സ്റ്റെപ്പിലേക്കുള്ള ചുവടുവെപ്പാണത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ദൈവികമായ മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തരുന്നത്. നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്.
ഹല്ലേലൂയ. യേശുവിനെ പോലെ ആകുക എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഒരു യാത്രയാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു തലമുണ്ട്. ഒരുപക്ഷെ അത് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള സംശയമാണ്. ഞാനത് പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ള പല തലങ്ങളാണ്. ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ച തലം അതൊരു തലം മാത്രമാണ്. അവന്റെ പരിപൂർണതയും അവന്റെ വിശുദ്ധിയും അവന്റെ സ്നേഹമൊക്കെ അതുപോലെ പുറത്തു വരിക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിക്കുക. അതായത് നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നന്മ ചെയ്യാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ അത് പാവമാണെന്ന് വചനം പറയുന്നു. ഈ ഒരു നന്മ, ഏറ്റവും വലിയ നന്മ, നമ്മൾ അതിനെ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹമില്ലെങ്കിൽ അതിന് ദൈവം എനിക്കത് വെളിപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനയില്ലെങ്കിൽ അത് പാവമാണെന്ന് വചനം പറയുന്നു. ഇത്രയും നാൾ വിചാരിച്ചതെല്ലാം, ഞാൻ ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് ചെയ്താൽ അത് പാവമായി പോകുകൊണ്ട് വേണ്ട, അത് മാറ്റിവെക്കാം, ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് നല്ല കാര്യം, ദൈവം ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ അതും പാവമാണ്. നമുക്കത് അറിയാം. വചനം പറയുന്നു ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിപ്പാനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അറിയാം ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ ആ മഹത്വം അന്വേഷിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അത് പാവമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദിവസങ്ങൾ, ഹല്ലേലൂയ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം എനിക്ക് എങ്ങനെ ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? അതോ എന്റെ ജീവിതം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആത്മാഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു, ഞാൻ ആ അറിവിൽ ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എന്റെ പ്രാർത്ഥനയെല്ലാം എന്റെ ജഡീയ കാര്യങ്ങൾ, എന്റെ ഭവനത്തിന്റെ കാര്യങ്ങൾ, എന്റെ നാളത്തെ ചിന്തകൾ, എന്റെ കുഞ്ഞുങ്ങളുടെ ചിന്ത, എനിക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള എന്തൊക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ടോ എന്നുള്ള ചിന്ത പോലും നമുക്കില്ല. നമ്മളെല്ലാം നിത്യ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. പക്ഷെ അതിനിടയിൽ ആ ദൈവത്തിന്റെ പ്രോമിസ് ദൈവം ഉറപ്പായിട്ട് തരും. പക്ഷെ അതിനിടയിൽ ദൈവത്തിന്റെ ആഗ്രഹമുണ്ട് നമ്മളെക്കുറിച്ച്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്റെ ഓരോ കുഞ്ഞുങ്ങളും, ഞാൻ വിളിച്ചെടുത്ത ഓരോ കുഞ്ഞുങ്ങളും എന്നെ അധികമായി അറിയണം, എന്നെ അധികം അന്വേഷിക്കണം. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ. അതാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയ നന്മയും. ഹല്ലേലൂയ. ആ നന്മയെ നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ, ആ നന്മയെ കണ്ടെത്താൻ നമുക്ക് ഒരു ആഗ്രഹമില്ലെങ്കിൽ അത് പാപമാണെന്ന് വചനം പറയുന്നു. പാപികളെ കൈകളെ വെടിപ്പാക്കുവാൻ വചനം പറയുന്നു. യാക്കോബ് ലേഖനത്തിലെ ആ സെയിം ചാപ്റ്ററിലെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. പാപികളെ കൈകളെ വെടിപ്പാക്കുവാൻ. കൈകൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ലോകത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്, നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഇത് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ പാവമാണെന്ന് പറയുമ്പോൾ, നമ്മൾ ആ നന്മ ചെയ്യാൻ ആഗ്രഹം ഇല്ലെങ്കിൽ അത് പാപമാണെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ദിവസങ്ങൾ, കർത്താവേ, അങ്ങനൊരു തലത്തിൽ എനിക്ക് തുടരാൻ ആഗ്രഹമില്ല. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായിരുന്നു കർത്താവേ, ഞാൻ സോറി, എനിക്കത് മനസ്സില്ലെങ്കിൽ, ഞാനൊരു പാപിയാണല്ലോ എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പാപം ചെയ്യുന്നു, പാപം ചെയ്യുന്ന ചിന്ത നമ്മൾ ഉണ്ടാകട്ടെ. പാപം ചെയ്യുന്ന ചിന്ത നമ്മൾ ഉണ്ടാകട്ടെ. അതിലേക്ക് ഹല്ലേലൂയ മനസ്സിനെ ഒന്ന് ഉയർത്തുക. എനിക്കത് വേണ്ട കർത്താവേ, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യത്തെ അങ്ങനെ ഒരു പാപം എന്ന് നിൽക്കാതെ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവരായി മാറുവാൻ, ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിക്കുന്നവരായി മാറുവാൻ, കർത്താവിനെ അന്വേഷിക്കുന്നവരായി മാറുവാൻ, കർത്താവിലേക്ക് അടുത്തില്ലുകൊണ്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ അത്തരം നന്മകളെ ചെയ്യുവാൻ, ഹല്ലേലൂയ, ആ നന്മയെ ചെയ്യുവാൻ തൊക്കണം ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതിനുള്ള പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ആഗ്രഹത്തോടെ ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. വീണ്ടും ഒന്നുകൂടെ പറയാം, നന്മ അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാവമാണ്. ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുക എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളത് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൽ ദിവസങ്ങളിൽ ശ്രദ്ധ വയ്ക്കുവാൻ, ആ മഹത്വം പ്രാപിക്കാൻ ആഗ്രഹം ഉണ്ടാകുവാനുള്ള പ്രാർത്ഥന ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മളെ വചനങ്ങൾ ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന്